പ്രൈസ് ലോർഡ് ദൈവമക്കളെ, ഇന്ന് ഞായറാഴ്ച 8 ജൂൺ 8 ഇന്ന് വൺ ഡേ ധ്യാനമുണ്ട്. വൺ ഡേ ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങൾ വരിക. ധ്യാന വിജയത്തിന് വേണ്ടി പാവിയായ എനിക്കും ബഥേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളിലെ മക്കൾ ലഹരിക്കടിമയാണോ? മദ്യത്തിനടിമയാണോ? കലഹപ്രിയരാണോ? എന്തെല്ലാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്ന ആരെയും ദൈവം വെറും കൈയോടെ വിടാറില്ല. യെശയ്യാ 1:18, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നിന്റെ പാവങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിൽ ഞാനത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർത്തു തരാം. നീ അതനുസരിക്കുന്നെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും. യു ക്യാം ബാക്ക് ആൻഡ് സിറ്റ് വിത്ത് മീ. നീ വാ, എൻ്റെ അടുക്ക വാ, എൻ്റെ അടുക്ക സമാധാനത്തിലിരിക്കേ. ഞാൻ നിനക്ക് നല്ല മറുപടി തരാം, ഉത്തരം തരാം, നല്ല റിസൾട്ട് തരാം. നമ്മുടെ ധ്യാനത്തിന് നിങ്ങൾ അറിയാമല്ലോ, ആ അപ്പച്ചനും ഒരു അപ്പാപ്പനോ, ഞാനൊക്കെ ചേട്ടാന്ന് വിളിക്കുന്നത്, ചിലപ്പോൾ അപ്പച്ചന്ന് വിളിക്കും കേട്ടോ. ഒരു അമ്മച്ചി അപ്പച്ചനുണ്ട്. നമ്മുടെ ടീമിലായി പവർ, ടീമിലെ നല്ല മക്കളാണ്. ഇപ്പോൾ എപ്പോഴും വരാറുള്ള ഒരുക്ക പ്രാർത്ഥനയൊക്കെ അവരാണ് കൂടുതലും അവിടെ വന്ന് അടിച്ച് ക്ലീൻ ചെയ്യുകയും ഒത്തിരി സഹായം ചെയ്യുന്ന നല്ല മക്കളാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ആ ചേട്ടൻ്റെ പേര് ദേവസ്കുട്ടി എന്നാണ് പേര്. ചേച്ചിയുടെ പേര് ത്രേസ്യാമ്മ. 50 വർഷമായിട്ട് മദ്യപാനം നിർത്താൻ വേണ്ടി നെട്ടോട്ടം ഓടണതാ. പക്ഷേ ഒരു രക്ഷയില്ല. മദ്യം മാത്രമല്ല, ഈ ലോകത്ത് എന്ത് ലഹരിയുണ്ടോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെന്നാണ് ആ അപ്പച്ചൻ്റെ അമ്മച്ചിയായ ത്രേസ്യാം ചേച്ചി പറയണത്. കൂടാത്ത ധ്യാനങ്ങളില്ല, പോകാത്ത സ്ഥലങ്ങളില്ല. ഒക്കെ വീഡിയോയിലുണ്ട്, നമ്മുടെ യൂട്യൂബിലുണ്ട് മക്കളെ. ഇത് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടും കേട്ടോ. ഹല്ലേലൂയ. തമിഴ്നാട്ടിലും ചെന്നൈയിലും ബാംഗ്ലൂരിലൊക്കെ ഫുട്പാത്തിൽ ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരുന്ന മകനാണ്. അപ്പോൾ അറിയാമല്ലോ, അവിടുത്തെ സിറ്റിയുടെ കലഹവും തല്ലുകൊടുത്തവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിയായിട്ടില്ല. എന്നാൽ നമ്മുടെ ധ്യാനം കൂടിയതിന് ശേഷം ഇപ്പം കഴിഞ്ഞ ജനുവരിയിൽ 3 കൊല്ലം കഴിഞ്ഞു അദ്ദേഹം മദ്യപിച്ചിട്ട് പുകവലിച്ചിട്ട് ഒരു ഇതുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കാണണം, എന്താ രസം, എന്താ ഐശ്വര്യം. ആ കുടുംബത്തിൽ സമാധാനം. ഒരു മോളേ ഉള്ളൂ, അവളെ UK അപ്പോൾ അതിന് 10-20 വർഷത്തോളം ആയി കാണണം. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ മദ്യപാനികളോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കലഹപ്രിയ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇങ്ങോട്ട് കൊണ്ടുപോവാ. നമ്മളുടെ ധ്യാനത്തിലൂടെ എല്ലാം മാനസാന്തരം കിട്ടും, എല്ലാം നല്ലതായി മാറും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യൂട്യൂബിൽ എല്ലാ വർഷവും അവർ വന്ന് ഈ അപ്പച്ചനും അമ്മച്ചിയും വന്ന് ധ്യാനം കൂടും. നിങ്ങൾക്കറിയാം ആരാന്നറിയാവോ? ചിലപ്പോൾ ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും കൂടി വണ്ണം കുറഞ്ഞിട്ടൊരു വയസ്സായ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് രണ്ടുപേരും നിന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. എത്രയോ സാക്ഷ്യങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ കിടക്കണത്രേ. നമ്മുടെ ബഥേൽ മരിയ റിട്രീറ്റ് സെബിയൂർ അടിച്ചു നോക്കിയത് അതിൽ കിട്ടും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് ഒരുത്തൻ്റെ കാര്യത്തിൽ ഇഷ്ടംപോലെ അനുഭവങ്ങളാണ് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് മദ്യപാനികളായ ഇന്ന് ഞായറാഴ്ച നമുക്കൊരു 5 വീടുകളിലേക്കെങ്കിലും ചെല്ലുക. 5 വീടുകളിലേക്ക് ചെല്ലുക. ബഥേൽ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിച്ചിട്ട് പോകുക. യേശുവിൻ്റെ തിരുരക്തത്താൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ചെല്ലുക. ഞാൻ ഇന്നലെ പറഞ്ഞ രോഗികളെ കാണാൻ ചെല്ലാൻ അതും ചെയ്യുക. ഇന്ന് ഞങ്ങൾക്കിങ്ങനെ വരാനുള്ള പ്രചോദനം കിട്ടി. ഈ പ്രചോദനം കിട്ടിയിട്ടാണല്ലോ ബ്രദറിലൂടെ ഈ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഇങ്ങനെ ഇവിടെ വരാൻ തോന്നി. ഞങ്ങളൊക്കെ ധ്യാനത്തിനൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന സ്ഥലത്താണ്, ബഥേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. 5-6 അച്ഛന്മാരുണ്ട്, പിന്നെ അൽമായരൊക്കെ ഉണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സംസാരിക്കുക മക്കളെ. വിശ്വാസം കേൾവിയിൽ നിന്ന് കേൾവിയിലേക്ക്. നിങ്ങൾക്ക് ഇവിടെ കണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അവർക്ക് ധ്യാനത്തിന് വരാൻ ഇൻട്രസ്റ്റ് വരും. അപ്പം അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നിനക്കെന്താ മെച്ചം? നീ ഇത് പ്രവർത്തിക്കുമ്പോൾ നിനക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അതിലിക്കുന്ന രീതിയിൽ അത്ഭുതങ്ങൾ നിൻ്റെ വീട്ടിൽ നിന്നിൽ നടക്കും. നിനക്ക് കൂടുതൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. മാത്രമല്ല, ഉറവില്ലാത്ത കെട്ടിക്കിടക്കുന്ന കുളത്തിലെ വെള്ളം, ആ വെള്ളമാണോ ഉറവുള്ള വെള്ളമാണോ നല്ലത്? പറയൂ. ഉറവുള്ള വെള്ളം എടുക്കുന്നു, ഗിവ് ആൻഡ് ടേക്ക്. കൊടുക്കുന്നു വാങ്ങുന്നു.
അപ്പം നീ ഇങ്ങനെ പരിശുദ്ധ കൊടുക്കുമ്പോൾ, കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങൾ പറഞ്ഞു, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം. അപ്പം നമ്മളിത് പറയുമ്പോൾ നമുക്കൊന്നും വേണ്ട, നമ്മളൊന്നും, നമ്മൾ ഇവിടെ കണ്ടതും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും, പ്രത്യേകിച്ച് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ കാണാൻ പോകുന്ന ബഥേൽ മാതാവിൻ്റെ ഒരു പുതിയ രൂപമാണ്. ആ മാതാവിനെ ഞാൻ കൊണ്ടുവച്ച് എൻ്റെ റൂമിൽ കൊണ്ടുവച്ച് ഞാൻ ഒരു പ്രാന്തനെ പോലെ, ഞാനതങ്ങനെ പറയുന്നത് ഒരു എന്തെന്നില്ലാത്ത ആനന്ദമാണ് മക്കളെ. തുള്ളിച്ചാടിയായിരുന്നു. എന്താ അഭിഷേകമാണ് മാതാവിനെ നോക്കുമ്പോൾ തന്നെ. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾക്കും കിട്ടും, നിങ്ങൾക്കും കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി കർത്താവേ. ആരാധന, 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 ആരാധന. അല്ലെ, അവരോട് ഒരു താമസമുള്ള ധ്യാനത്തിലേക്ക് വരാൻ പറയുക, അല്ലെ ഒരു വൺ ഡേ ധ്യാനത്തിന് വരാൻ പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞോ മക്കളെ. അപ്പോൾ പറയുക, പിന്നെ അവർ ആ വിത്ത് നീ ഇട്ടാൽ മതി. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയുക. അത് അവരിൽ ദൈവഹിതമാണെങ്കിലല്ലേ നീ അവിടെ ചെല്ലുകയുള്ളൂ. ദൈവഹിതമാണെങ്കിലല്ലേ ഞാനിത് പറയുകയുള്ളൂ. ദൈവഹിതമാണെങ്കിലല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയുള്ളൂ. യെസ്, യെസ്. അപ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കും. വരദാനങ്ങൾ കൂടുതൽ കിട്ടും. ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ പറ്റും. ഹല്ലേലൂയ. ദൈവം, അതായത് സാക്ഷാൽ മുന്തിരിച്ചെടിയായ ആ താഴ്ത്തണ്ടിനോട് ചേർന്ന് നമ്മൾ ശാഖകളായി നമ്മൾ നിൽക്കുമ്പോൾ ശാഖകൾക്ക് ഏറെ ഫലങ്ങൾ പുറപ്പെടുവിപ്പിക്കാം. അപ്പോൾ നിനക്ക് സാധിക്കും. ശാഖയ്ക്ക് സാധിച്ചെങ്കിൽ നിനക്ക് സാധിക്കും. ഹല്ലേലൂയ. ഈ ഒരു ആയുസ്സേ ഉള്ളൂ. അതായത് നിന്റെ ജീവിതം ചെറുത്, മരണം ഉറപ്പ്, നിത്യജീവൻ വളരെ വലുതാണ്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ മക്കളെ. സ്തുതിച്ചേ, എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോ, ഇവരുടെ ആ 2 നിയോഗങ്ങൾ എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കണമേ കർത്താവേ. എന്തായിരുന്നു ദൈവമേ അങ്ങ് നൽകണമേ കർത്താവേ. പാവിയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവരെ അനുഗ്രഹിക്കണം. അവരും പ്രാർത്ഥിക്കട്ടെ കർത്താവേ. ദൈവമേ, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ധ്യാനത്തിന് വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവർക്ക് നിലനിൽപ്പിൻ്റെ വരം കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. ഈശോയെ, ജോലിയില്ലാതെ വേദനിക്കുന്ന എല്ലാവർക്കും ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം. ഇന്ന് കൊച്ചുങ്ങൾ റിസൾട്ട് കിട്ടിയിട്ട് തോക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ നല്ല ഹൈ മാർക്ക് കിട്ടി. അത് ബഥേൽ മാതാവിൻ്റെ മധ്യസ്ഥം വഴിയാണ് മക്കളെ. അത് അവിടുത്തെ കൊച്ചുങ്ങളാണ് മക്കളെ, അവിടെ വരുന്നവരാണ് മക്കളെ. അതുകൊണ്ട് ദൈവം അങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ കുടുംബവും നിന്റെ മക്കളും രക്ഷ പ്രാപിക്കണ്ടേ. ഒരു പ്രാവശ്യമെങ്കിലും ബഥേൽ മാതാവിൻ്റെ ധ്യാനത്തിലേക്ക് വരിക. കാരണം അത് ബഥേലാണിത്. ഇത് ബഥേലാണ്, ദൈവത്തിൻ്റെ വീടാണ്. വരിക, വന്ന് അനുഗ്രഹം മേടിക്കുക. ഒരു പ്രാവശ്യം വന്നവർ പറയുന്നത് എന്താണ്, ഇവിടെ വന്നിട്ട് എന്തൊന്നില്ലാത്തൊരാനന്ദമാണെന്ന്. ഒരാളല്ല, അനേകം മക്കൾ പറയുന്നത്. അപ്പം അതുകൊണ്ട് വരിക. കർത്താവെ, എല്ലാ ജോലിയുള്ളവരെയും ജോലിയില്ലാത്തവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തെ ജോലി ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വീട് അവിടെ കിട്ടാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട്, അവരെ അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, മക്കളുണ്ട് കർത്താവെ, ജോലിക്ക് പോകുന്നവരുണ്ട് കർത്താവെ. അവരുടെ യാത്ര പാവങ്ങളാണ് കർത്താവെ, സംരക്ഷിക്കണമേ, കാത്തുപരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൽ കിടക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഒരു സമാധാനം, അവരുടെ ആന്തരിക മുറിവുകൾ എടുത്ത് മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ, കാവൽ മലാഖമാരെ, കാവൽ ദൂതരെ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞവളേ, മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യ മാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്തിരുസുതനോടെ നിന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും.